എല്ലാ സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താ വെച്ചാൽ 10-40 കോടിൻ്റെ തേൻ തന്നെ നമ്മുടെ വയനാട്ടിൽ നിന്ന് മഴയത്ത് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2025 ഹണി നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോവാണ്. നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിലിതാ ഈ കന്നാസ്ത തേനാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും താൽക്കാലികമായിട്ട് പ്രോസസ്സ് ചെയ്യുന്നത്. കുറച്ചും കൂടി നമുക്ക് പ്രോസസ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സംഗതി ഗ്യാസും കുറ്റി വേണം, അടുപ്പ് വേണം, പിന്നെ വെള്ളം വേണം, ചെമ്പ് വേണം. ഇതിൻ്റെ പൊക്കത്ത് നമ്മളിതാ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് നമ്മൾ ഈ തേന് ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ അളവിന് നമ്മൾ ഇത്രയാണ് തേൻ ഫില്ല് ചെയ്യുന്നതെങ്കിൽ അത്രയും അളവ് തന്നെ വെള്ളം വേണം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടി ഡയറക്റ്റ് ഈ ചെമ്പിലേക്ക് ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടൈലിൻ്റെ പീസ് വേണം. അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരാൾ വേണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ. പറയൂ, ഫസ്റ്റ് ടൈം അല്ലേ പ്രോസസ് ചെയ്യുന്ന എക്സ്പീരിയൻസ്? അല്ല, ഇരുമ്പ് ചെയ്തിക്കണേ എൻ്റെ പറയാ. ഓക്കെ, ഇത് 4ാമത്തെ. ചിലപ്പോൾ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിലേ അപ്പം അതിന് വേണ്ടി എന്താ നമ്മുടെ 2025 നമ്മുടെ തേനീച്ച കോളനി തന്നാൽ നമുക്ക് നല്ല സമ്പാദ്യം. ഔഷധം അമൃത് അപ്പൊ അത് സെറ്റായി. ഇത് ഇങ്ങനെ ആക്കുമ്പോഴാണ് പ്രശ്നം. നമുക്ക് ഇതിങ്ങനെ ക്യാമറ ആക്ഷൻ, പബ്ലിക് ആക്ഷൻ, റിയൽ ആക്ഷൻ, ഇത് എങ്ങനെ മോനെ ഉദ്ദേശിക്കുന്നത് നല്ല പൊതിക്കെല്ലാം താഴേക്ക് വെച്ചാൽ മതി. അയ്യോ, അപ്പോൾ പോയിട്ട് നമ്മളിതാ വലിയൊരു 5 കിലോ കൊള്ളു പറയും പൊക്കണം. പൊക്കോ. ഓക്കെ, അങ്ങനെ തന്നെ എന്നോ. ഇത് പെട്ടെന്ന് ഞാൻ വെച്ചുതരാം. പൊന്നിട്ട് ശരിക്കും നേരെ കേട്ടോ അതിൽ മാറിയിട്ട്. കുത്ത് കൊണ്ടെടുത്ത തേനാക്കടെ തേൻ മണക്കാൻ മണല്ലേ? നമ്മളെ അടുപ്പത്തെ ഒന്ന് നോക്കണമോ? ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒറിജിനൽ വയനാട് തേൻ. ഇപ്പോൾ ഈ തേനില്ലേ, ഈ തേനിൽ കുറേ മെഴുകൊക്കെ ഉണ്ട്. ആ മെഴുകിനെ നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ, കുമ്പള വരാൻ മതി. ഇനിതാ ഓണല്ലേ. അപ്പോൾ നമ്മളിതാ ചെമ്പ് പതുക്കെ ഇതിലേക്ക് ഇറക്കി ഡയറക്റ്റ് ആയി തട്ടാതിരിക്കാൻ നമ്മൾ കല്ല് വെച്ചു. ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ തേൻ്റെ അളവ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളവും വെച്ചു, സെക്യൂരിറ്റിക്ക് ആളെയും വെച്ചു. ഇനി നമുക്ക് ഒരു കയ്യിൽ വേണം ഇളക്കാൻ വേണ്ടി. നമ്മളുടെ സെക്യൂരിറ്റി ആയിട്ട് നിയാസ് ബ്രോ. എന്തിനാണ് ഹണി പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനിനുള്ളിൽ ജലാംശം ഉണ്ടാവും, വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ വാക്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയ നമ്മൾ കാണാത്ത അവശിഷ്ടങ്ങളൊക്കെ തേനിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഡബിൾ ബോയിൽ അഥവാ വെള്ളം ചൂടാക്കി ആ വെള്ളത്തിൻ്റെ ചൂടിൽ തേൻ പിന്നെ ചെറിയൊരളവിൽ ചൂടാക്കുന്ന ഒരു പ്രക്രിയ. അതിലൂടെ മെഴുകുമൊക്കെ എന്ത് ചെയ്യും, മേലോട്ട് പൊന്തി വരും. അത് നമ്മൾ അവിടെ നിന്ന് ക്ലീനാക്കി കൊടുക്കും. അപ്പോൾ ജലാംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ഇതുപോലെ തന്നെ നല്ല ഹണി പ്രോസസ്സിങ് യൂണിറ്റുകൾ ഉണ്ടാവും. അവിടെ ചെന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് പരിപാടി കഴിയും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേനൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഒരു വലിയൊരു പാത്രം എടുക്കുന്നു, അതിൽ വെള്ളം നിറക്കുന്നു, അതിലേക്ക് ഇഷ്ടികയോ അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ ഡയറക്റ്റ് നമ്മുടെ സ്റ്റീൽ പാത്രവും നമ്മുടെ സാധാ പാത്രവും തട്ടാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെച്ചതിന് ശേഷം കല്ലോ എന്തെങ്കിലും വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ നമ്മുടെ തേൻ നിറച്ച സ്റ്റീലിൻ്റെ പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. സ്റ്റീലിൻ്റെ പാത്രം തന്നെ പരമാവധി നിങ്ങൾ ഹണി പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ തേൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ തേൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ആ ഇളക്കിയ തേൻ എന്ത് ചെയ്തു, ഏകദേശം ആയത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മൾ ഇതിൽ തന്നെ മെഴുക് മേലോട്ട് പൊന്തി വരുമ്പോൾ അത് കയ്യോടെ നമ്മൾ എന്ത് ചെയ്യും, അതിലെടുക്കും. അപ്പോൾ ഇതിൽ ജലാംശമൊക്കെ കുറവാണ്. നമ്മൾ ഫോറസ്റ്റ് ഏരിയയിൽ തേനീച്ച കോളനി വെച്ചെടുക്കുന്നതാണെങ്കിൽ നല്ല കട്ടിയുള്ള തേനാണ്. ഇതിൽ ജലാംശവും മെഴുകും വാക്സൊക്കെ
വളരെ കുറവാണ്. അപ്പോൾ നമ്മളിതാ ഈ പാത്രത്തിലുള്ള മെഴുക് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സ്പൂണും കൊണ്ട് വളരെ പതുക്കെ ഇങ്ങനെ ചെത്തി എടുക്കുകയാണ്. അപ്പോൾ ഈ മെഴുകൊക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പോന്നു കഴിഞ്ഞാൽ അടിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള വാക്സ് വരും. അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പം പൊതുവേ നമ്മുടെ വയനാട്ടിൽ കൊടുക്കണം സൗണ്ട് കൊടുക്കും. പൊതുവേ വയനാട്ടിൽ തേനിൻ്റെ ഉൽപ്പാദനം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വയനാട്ടിൽ നിലവിൽ വരുന്ന തേൻ എന്ന് പറഞ്ഞാൽ പുറമേയുള്ള കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന തേനുകളാണ് വയനാട് ഹണി എന്ന ലേബലിൽ വിൽക്കപ്പെടുന്നത്. പല സ്റ്റോറിൽ നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും വയനാട്ടിലത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച സാധനമല്ല അവിടെ ഉള്ളത്. അതായത് വയനാട് ഹണി എന്ന് പറയുന്ന, ഇപ്പോൾ വയനാട് ഹണി എന്ന് പറഞ്ഞ ഒരാൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വയനാട്ടിൽ ഉൽപ്പാദിപ്പിച്ച തേനാകുമ്പോഴാണ് അത് വയനാട് ഹണിയാകുന്നത്. പക്ഷേ കർണാടക, തമിഴ്നാട്, ബാംഗ്ലൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലായിട്ടും തേൻ ബൾക്കായിട്ട് നമ്മുടെ ഈ നാട്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടുത്തെ ഹോൾസെയിലേഴ്സും ഡീലേഴ്സൊക്കെ അവരിൽ നിന്ന് ചെറിയ വിലക്ക് സാധനം എടുത്തിട്ട് എന്ത് ചെയ്യും, പിന്നെ വയനാട് ഹണി എന്നുള്ള ലേബലിൽ മാർക്കറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇത് വാങ്ങുന്ന കസ്റ്റമർ സംബന്ധിച്ച് ആ വയനാടത്തെ പല കാട്ടുമരങ്ങളും അതുപോലെ തന്നെ ചെടികളും പിന്നെ കുറ്റിച്ചെടികളിൽ നിന്നൊക്കെ കിട്ടുന്ന തേനാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ടും പുറമെ നാട്ടിൽ നിന്ന് വരുന്ന തേനായതുകൊണ്ട് തന്നെ അതിൽ വയനാടത്തെ കാട്ടുമരങ്ങളുടെയോ അതുപോലെ തന്നെ പൂക്കളുടെയോ ഒന്നും ഹണി അതിൽ വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൂടി നിലവിലിപ്പോൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വയനാട്ടിൽ കുറച്ചും കൂടി കർഷകർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലായിട്ടും വയനാട്ടിലുള്ള ആളുകൾക്കെങ്കിലും ശുദ്ധമായിട്ടുള്ള ഒറിജിനൽ വയനാട് ഹണി നമുക്ക് കൊടുക്കാൻ കഴിയും. ഏകദേശം ഒരു 10-40 കോടിയോളം തേന് വെറുതെ വയനാട്ടിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ശരിക്കും അതായത് ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു 100 ഏക്കർ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കോടീൻ്റെ തേൻ കിട്ടും. 100 ഏക്കർ സ്ഥലത്ത് 3 കോടീൻ്റെ. അപ്പം അങ്ങനെ ചിന്തിച്ചാൽ തന്നെ ഇപ്പോൾ നമ്മൾ കൊപ്പരി എസ്റ്റേറ്റിന് 600 ഏക്കർ ഉണ്ട്. 600 ഏക്കറിന് എത്രയായി, ഏകദേശം 8 കോടീൻ്റെ തേന് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വയനാടത്തെ പടിഞ്ഞാറത്തറ, മാനന്തവാടി, തരുവാണ് എല്ലാ സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താ 10-40 കോടീൻ്റെ തേൻ തന്നെ നമ്മുടെ വയനാട്ടിൽ നിന്ന് മഴയത്ത് ഒലിച്ചു പോകുന്നുണ്ട്. അപ്പം ആ ഒലിച്ചു പോകാതെ തടയണമെന്നുണ്ടെങ്കിൽ തേനീച്ച കോളനി വേണം. തേനീച്ച കോളനി വേണം മാത്രമല്ല ഒരുപാട് കർഷകർ നമ്മുടെ വയനാട്ടിൽ വേണം. അപ്പം തേനീച്ച കൃഷി ചെയ്യാം, സ്വന്തമായിട്ട് തേനെടുക്കണം, അത് ആളുകൾക്ക് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ട്രെയിനിങ് തരും. ട്രെയിനിങ് അന്ന് നിങ്ങൾക്ക് തേനീച്ച കോളനിയും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. അപ്പോൾ തേന് നമ്മൾ മെഴുകിങ്ങനെ വലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനിൻ്റെ ഉള്ളിൽ നമ്മൾ റോഹണി എന്ന് പറയും, പച്ചത്തേൻ എന്ന് പറയും. അപ്പോൾ തേൻ എടുക്കുന്ന സമയത്ത് അതിന് വാക്സ് വരും, ചിലപ്പോൾ ഈച്ചൻ്റെ കാല് വരും, തല വരും. അതുപോലെ തന്നെ തേൻ എടുക്കുമ്പോൾ ഈച്ചയൊക്കെ പറന്ന് അതിലേക്ക് വീഴും. അപ്പം അങ്ങനെ കുറേ വേസ്റ്റ്, നമ്മൾ കാണാത്ത വേസ്റ്റുകളൊക്കെ ഈ തേനിലുണ്ടാവും. സ്വാഭാവികമായിട്ട് ഈ തേൻ എന്ത് ചെയ്യും, തേനിൽ എന്ത് സാധനം എന്ത് വേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും തേനത്തെ സാധനം മേലോട്ട് പൊന്തും. അപ്പം അങ്ങനെ പൊന്തി ഈ തേനിൽ തന്നെ ഈസ്റ്റിൻ്റെ അംശമുണ്ട്. അപ്പോൾ കുറേ കാലം തേൻ ഇരുന്ന് കഴിഞ്ഞാൽ തേൻ പൊളിച്ചു പോകും. അപ്പോൾ ഒരു ഗ്യാസ് മാതിരി തേൻ തുറക്കുമ്പോൾ കുപ്പിച്ചില്ലാണ് പ്രത്യേകിച്ചും പൊട്ടിത്തെറിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതയൊക്കെ ഒഴിവാക്കി ക്ലിയറായിട്ടുള്ള ഹണി മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡബിൾ ബോയിൽ മെത്തേഡിലൂടെ നമ്മൾ ഹണി പ്രോസസ്സ് ചെയ്തത്. ഏറ്റവും നല്ലത് പ്രോസസ്സ് ചെയ്യാൻ നമ്മുടെ പിന്നെ പ്രോസസ്സിങ് യൂണിറ്റിൽ പോവുകയാണ്. അവിടെ ഒരു മിനിമം നമ്മൾ പിന്നെ 300 കിലോ മിനിമം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ പ്രോസസ്സ് ചെയ്യാം. ഏകദേശം നമ്മൾ 2 സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്ത് 3500 ഒരു സ്ഥലത്ത് 4500 അല്ലേ. അപ്പം നിങ്ങൾക്ക് ഏതാണ് സൂറ്റബിൾ, അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിക്ക്, കുറച്ചും കൂടി കറക്റ്റ് ഹീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ക്യാഷുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, പ്രോസസ്സിങ് യൂണിറ്റ് പോവുക, എന്നിട്ട് അവിടുന്ന് പ്രോസസ്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബോട്ടിലാക്കി മാർക്കറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുഡ് സേഫ്റ്റിയുടെ നിയമപ്രകാരം ഏകദേശം പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഇതിൻ്റെ ജലാംശം ഏകദേശം ഒരു 22-23 ജലാംശം നിലവിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ ജലാംശം കുറച്ച് ഇത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആളുകൾക്ക് ഇത് സപ്ലൈ ചെയ്യാൻ കഴിയൂ. എങ്കിൽ നമുക്ക് ആ ലെവലൊട്ടിച്ച് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രോസസ്സ് ചെയ്യണം. അപ്പം നിങ്ങൾ കസ്റ്റമർക്ക് ആളുകൾക്ക് കൊടുക്കുമ്പോൾ റോഹണി ചോദിക്കുന്നവർക്ക് റോഹണി ആയിട്ട് തന്നെ കൊടുക്കാം, അഥവാ പച്ചത്തേനായിട്ട് തന്നെ കൊടുക്കാം. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ പ്രോസസ്സ് ചെയ്ത ഹണി കൊടുക്കുക. അപ്പോൾ അത് കുറച്ചും കൂടി കാലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ മാത്രമല്ല ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്രിസ്റ്റൽ ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കട്ട പിടിക്കുന്ന മാതിരി അടിയിൽ ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അത് ഒറിജിനൽ തേൻ മാത്രമേ അങ്ങനെ കട്ട പിടിക്കുകയുള്ളൂ. അക്കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ തേൻ വാങ്ങിക്കഴിഞ്ഞാൽ 5-6 മാസത്തിനുള്ളിൽ തന്നെ ഒറിജിനൽ ഹണിയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ആവാനുള്ള സാധ്യത കൂടുതലാണ്, പ്രത്യേകിച്ച് തണുപ്പുള്ള ഏരിയയിലൊക്കെ ആകുമ്പോൾ.
അപ്പോൾ ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ക്രിസ്റ്റൽ ആയാൽ തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് സൂര്യപ്രകാശത്തിൽ വെയിലത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്താവും, അത് വീണ്ടും മെൽറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇതേപോലെ ഡബിൾ ബോയിൽ മെത്തേഡ്, ജസ്റ്റ് ഒരു ചെമ്പിൽ എന്ത് ചെയ്യുക, വെള്ളം ചൂടാക്കി ഇളക്കി കൊണ്ടുവന്നു നോക്കിയാൽ. അപ്പോൾ ഒരു ചെമ്പിൽ ജസ്റ്റ് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് തേനിന്റെ കുപ്പി എന്ത് ചെയ്യാം, മെല്ലെ ഇറക്കി വെക്കാം. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ അതാണ്ടില്ലേ, ഇപ്പൊ ഇതിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്ത മെഴുകാണ് ഈ കാണുന്നത്. ഇത് കുറേ കഴിയുമ്പം ഈ മെഴുക് ഒന്നും കൂടി മേലെ കട്ടിയായിട്ട് അടിയിൽ നല്ല പ്യൂറായിട്ടുള്ള തേൻ കിട്ടും. ഇത് നമുക്ക് മുഖത്ത് തേക്കാനോ സ്കിൻ കെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കഴിക്കുന്നതിനും പ്രയാസമൊന്നുമില്ല, സാധാ ഒറിജിനൽ തേൻ തന്നെയാണ്. ഓക്കെ, ഇതിൽ കുറച്ചും കൂടി വാക്സിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ. ഓക്കെ, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഒപ്പരം ജാമിൻ്റെ ഒപ്പരമൊക്കെ ബ്രെഡിൻ്റെ ഒപ്പരം ജാമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക, ജാമിന് പകരമൊക്കെ നമുക്ക് ഈ തേൻ യൂസ് ചെയ്യാം. സോസിന് പകരം തേൻ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കുക. ഇപ്പോൾ ഈ വർഷം നമ്മൾ നിയാസ് എടുത്ത പ്രതിജ്ഞയാണ് 2025 കംപ്ലീറ്റ് പഞ്ചസാര ഒഴിവാക്കുക എന്നുള്ളത്. ഇത് കുറേ കാലമായില്ലേ പഞ്ചസാര കുടിച്ചിട്ട് ആണ്. അപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് ഒഴിവാക്കുക, തേൻ കുടിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ഫുൾ പഞ്ചസാര ഒഴിവാക്കി. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ കുറയും, ക്ഷീണം കുറയും. എന്നിട്ട് ഇതേപോലത്തെ തേൻ എന്ത് ചെയ്യുക, കഴിക്കാം. പഞ്ചസാരക്ക് 1 കിലോ എത്രയാടാ? 45. 1 കിലോ 45. 1 കിലോ തേന് നമ്മൾ കൊടുക്കുന്നത് എത്രയാ? 1000. 1 കിലോ തേന് 1000, പഞ്ചസാര 500. അപ്പോൾ നമ്മൾ 1000-ന് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയിൽ തേനീച്ചക്കോളിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുറഞ്ഞ അളവിലെ സാധനം കിട്ടുന്നത്. മാത്രമല്ല അതിനനുസരിച്ച് പഞ്ചസാരക്ക് 45. പറഞ്ഞോ, എന്നാ പറഞ്ഞുതരാ. പഞ്ചസാരക്ക് 45 രൂപ. ഓക്കെ, തേനിന് 1 കിലോ 1000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ തേൻ നമ്മൾ വളരെ വില കുറച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാണ്, റേറ്റ് ഒക്കെ ഫിക്സ് ആക്കി. സാധാ നോർമലായിട്ട് വൈൽഡ് ഏരിയയിൽ നമ്മൾ കോളനി വെച്ചെടുക്കുന്ന ഫോറസ്റ്റ് ടേസ്റ്റ് ഉള്ള ഫോറസ്റ്റ് നമ്മൾ എടുക്കുന്ന തേനിന് 1000 രൂപക്കാണ് തേനീച്ച കോളനിയിൽ നിന്ന് തേൻ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ കോഫി ഹണി ഉണ്ട്, അത് ഏകദേശം കഴിയാനായിരുന്നു. 2-3 കിലോയും കൂടി ബാക്കി വന്നിട്ടുണ്ടാവും. കോഫി ഹണി ഉണ്ടാവും, അതിന് 1 കിലോ 2000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 1/2 കിലോ 1000. പിന്നെ ചെറുതേനുണ്ട്, ചെറുതേന് 1 kg 4000 രൂപയാണ്. 1/2 കിലോ 2000 രൂപ. അതിൻ്റെ 100 ഗ്രാമിൻ്റെയും 250 ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ചെറുതേനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമ്മൾ എടുത്ത് കൊടുക്കും. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, തേൻ ഉപയോഗിക്കാം. ഓക്കെ, നമ്മളെ പോലുള്ള കർഷകരുടെ അടുത്ത് നിങ്ങൾ ഡയറക്റ്റ് പോയി വാങ്ങി അങ്ങനെയൊക്കെ ചെയ്ത് ശുദ്ധമായ തേൻ തന്നെ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതിനുപരി നിങ്ങൾ ഒരു വീട്ടിലൊരു 2-3 തേനീച്ചക്കോളിനെങ്കിലും നിലവിൽ വളർത്തുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തേൻകാലം. എന്തായാലും ഇവിടെ തേൻകാലം കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഒരു സൈഡിലും കൂടി തേൻ എടുക്കാനുണ്ട്, ബാക്കി എല്ലാ സൈഡിലും തേൻ കഴിഞ്ഞു. അപ്പോൾ ഇനി റബ്ബറിൻ്റെ തേൻ കംപ്ലീറ്റ് കഴിഞ്ഞ് ഫോറസ്റ്റ് ഏരിയയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ തേൻ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ നാട്ടിലൊക്കെ തേൻ്റെ വിലയും തേൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. തേൻ്റെ ഉപയോഗവും ചിലവാകുന്നതൊക്കെ ഒന്ന് അറിയിക്കുക. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ നല്ല മാർക്കറ്റ് ഉണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ തേൻ ടേസ്റ്റ് ചെയ്തിട്ട് അവരുപയോഗിച്ച് അവരുടെ ഫാമിലീസിനെ റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾക്ക് തേൻ കൂടുതലായിട്ട് ചിലവാകുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന ആ തേനിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അപ്പം നല്ല ക്വാളിറ്റിയുടെ സാധനം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കസ്റ്റമറൊക്കെ വളരെ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ചെതറും നോക്കണം, കൈവിടരുത്. ഇപ്പോൾ ചെറിയൊരു ചൂടുള്ളതുകൊണ്ട് തന്നെ സ്ലോ ആക്കണേ ഞാൻ പറയണേ. കൈ വറക്കുന്നേ, എൻ്റെ കൈ വറക്കുന്നുണ്ട്, വെയിറ്റുള്ളതുകൊണ്ട് അതൊക്കെ. ഓക്കെ, അപ്പം നമ്മൾ ചെറിയൊരു ചൂട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഡബിൾ ബോയിലാണ്, ഡയറക്റ്റ് തേൻ ചൂടാക്കുകയല്ല. വെള്ളം ചൂടാക്കിയതിൻ്റെ ചൂട് കൊണ്ട് ചൂടാവുകയാണ്. അപ്പോൾ ഈ തേൻ ഒന്ന് ലൂസാവും, എന്നിട്ട് തണുക്കുന്ന സമയത്താണ് നോർമൽ പരുവത്തിലേക്ക് വരിക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്ത തേൻ നമ്മൾ ഒന്നും കൂടി ഫിൽറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിലേക്ക് നിറക്കുക. അപ്പം നല്ല പ്യുവറായിട്ടുള്ള ഹണി റെഡി. ഷുലോ ക്യാമറമാൻ്റെ ടാസ്ക്. സ്ലോ വിടേ.